ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ദുറൂസുൽ അഖായിദയുടെ ഒരു ചെറിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പാറ്റാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗം റിവിഷൻ ചെയ്തതിൻ്റെ പാഠഭാഗങ്ങൾ നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതൊരു ചെറിയ ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കാം. അപ്പോൾ ഒന്നാമത് എന്താണ്? കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ് വന്നത്. എന്താണ് ഇവിടെ വന്നത്? എന്താണ് ഭൗതികമായി ഇതുവരെ ആർക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കാത്തത്? വഹിയാണ്. വഹീനെ കുറിച്ചിട്ട് ഭൗതികമായി ആർക്കും ഇതുവരെ വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടില്ല. അടുത്തത് 50 ഏടുകൾ നൽകപ്പെട്ട പ്രവാചകനാര്? 50 ഏടുകൾ ലഭിച്ച പ്രവാചകനാരാണ്? ആദം നബി അലൈഹി ഇസ്ലാമിന് 10 ഏട്, സീസ് നബി അലൈഹി ഇസ്ലാമിന് 50 ഏട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 10 ഏട്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും 10, സീസ് നബി അലൈഹി സ്വലാമിനാണ് 50 ഏടുകൾ. മനസ്സിലാക്കുക. പിന്നെ ഇദ്രീസ് നബി അലൈഹി സ്വലാമിന് 30 മനസ്സിലാക്കുക. ഏടുകൾ 100. പരിശുദ്ധ ഖുർആൻ അവതരണീയമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. പൂർവ്വവേദങ്ങളൊക്കെ ദുർബലപ്പെട്ടു പോയി. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോടെ പൂർവ്വവേദങ്ങളൊക്കെ ദുർബലപ്പെട്ടു പോയി. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ചെറിയ രോഗം പോലുള്ള കാര്യങ്ങൾ നബിമാർക്ക് ഉണ്ടാവും. നമ്മൾ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. വിശപ്പ്, ദാഹം, ന്യൂനതയില്ലാത്ത രോഗങ്ങൾ തുടങ്ങിയ മാനുഷികാനുഭവങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, ഉണ്ടാവും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് ഒരാളും കാണാൻ ഇട വന്നിട്ടില്ല എന്നതാണ് അവിടെ ശരി ഇടപെടുത്തേണ്ടത്. ഖുറൈശികൾ കഅബയുടെ പുനർനിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിരുന്നു. അന്ന് കല്ല് ചുമക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഉടുമുണ്ടെടുത്ത് കല്ലിനടിയിൽ നിന്റെ പിരടിയിൽ വെക്കുക എന്ന് പറഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉടുമുണ്ടഴിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതരായി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് ഒരാളും കാണാനിട വന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത ഇനി ചേരുമ്പടി പാഠഭാഗത്തിൽ തദ്രിബാത്തിൽ വന്നത് ഇത് തന്നെയാണ്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. ആരായിരുന്നു കരാറുണ്ടാക്കിയത്? സഫ്വാനുബിനു ഉമയ്യ എന്നവർ ഉമൈർ ബിൻ ബഹബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതാണ് മനസ്സിലാക്കുക. അടുത്തത്, അപ്പം അതിൻ്റെ ഡി നമുക്ക് എഴുതാം. അടുത്തത് തറ മാല അറ. ആയിഷ ബീവി പറഞ്ഞതാണ്. എന്താണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാനോ ശബ്ദം കേൾക്കാനോ ആയിഷ ബീവിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ കാണാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നു. തറ മാല അറ എന്നത്. അപ്പം അതിൻ്റെ ആയിഷ ബീവി എന്ന നമുക്കവിടെ എഴുതാം. അടുത്തതാ മാ കദബ മുഹമ്മദുൻ കത്തുൻ. ആര് പറഞ്ഞതാണ്? അബൂജഹൽ പറഞ്ഞതാണ്. മാ കദബ മുഹമ്മദുൻ കത്തുൻ. മുഹമ്മദ് ഒരിക്കലും കളവ് പറയുകയില്ല. ബദർ യുദ്ധ സമയത്ത് അഹ്നസുബിനു ഷുറൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂജഹലിനോട് ചോദിച്ചു, മുഹമ്മദ് കളവ് പറയുകയാണോ? അപ്പോൾ അബൂജഹൽ പറഞ്ഞതാണ് മാ കദബ മുഹമ്മദുൻ കത്തുൻ. മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അബൂജഹൽ എന്ന ബി എഴുതാം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. കരാറുണ്ടാക്കി വധിക്കാനായി പുറപ്പെട്ടതാരായിരുന്നോ? ഉമൈർ ബിനു വഹബാണ് വധിക്കാനായി പുറപ്പെട്ടത്. അപ്പം അതിൻ്റെ സി അവിടെ നമുക്ക് എഴുതാം. മനസ്സിലാക്കുക. അടുത്തത് പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കണം. നബിമാർ നമ്മെ പോലെയല്ല, അവർ ഡേഷ് അറിയും. എന്താണ്? നബിമാർ നമ്മെ പോലെയല്ല, അവർക്ക് ഐബ് അറിയും. അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയും. മലക്കുകളെ കാണാനും കേൾക്കാനും അവർക്ക് കഴിയും. വഹി സ്വീകരിക്കാനും സാധിക്കും. ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു ഉറങ്ങും, ഡേഷ് ഉറങ്ങാറില്ല. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബ് ഉറങ്ങാറില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങളെ 10ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സവിശേഷതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അവിടുത്തെ തിരുകേശം മുക്കിയ വെള്ളം സഹാബികൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾക്ക് മാത്രമേ ഉറക്കമുണ്ടായിരുന്നുള്ളൂ, കൽബ് ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിലുള്ളത് കാണാൻ കഴിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ലായിരുന്നു. ഇവയെല്ലാം സാധാരണ മനുഷ്യർക്കില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുള്ളതാണ്. മനസ്സിലാക്കുക. അടുത്ത, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ഡാഷിന്റെ ചുമതലയാണ്. ആർക്കായിരുന്നു? അല്ലാഹു തആല തൻ്റെ സന്ദേശങ്ങൾ നബിമാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വഹി മുഖേനയാണ്. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചുമതലയാണ്. മനസ്സിലാക്കുക. ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധവും ആഗതനാവും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹി എത്തിക്കാൻ വരുന്ന രൂപങ്ങൾ ഏതൊക്കെ മനസ്സിലാക്കി വെക്കുക. എഴുതാൻ കഴിയണം. അല്ലാഹു തആല ഡാഷ് കിതാബുകൾ അവതരിപ്പിച്ചു. അല്ലാഹു തആല 4 കിതാബുകളും 100 ഏടുകളുമാണ്. 4 കിതാബുകളും 100 ഏടുകളുമാണ് ഇറക്കിയത്. ആർക്കൊക്കെയാണ് കിതാബുകളും ഏടുകളും ഇറക്കിയത്? തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആനുമാണ് കിതാബുകൾ. ആദം നബി അലൈഹി ഇസ്ലാമിന് 10 ഏടുകൾ, സീസ് നബി അലൈഹി ഇസ്ലാമിന് 50 ഏട്, ഇദ്രീസ് അലൈഹി ഇസ്ലാമിന് 30 ഏട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 10 ഏട്, ഇങ്ങനെ 100 ഏടുകളുമാണ്. തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനും, സബൂർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനും, ഇഞ്ചീൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനും, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് ഇറക്കപ്പെട്ടത്. മനസ്സിലാക്കുക. അടുത്തത്, പരിശുദ്ധ ഖുർആൻ ഡാഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും. പരിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. മനസ്സിലാക്കുക. അവിടെ പരിശുദ്ധ ഖുർആനെ മനുഷ്യൻ്റെ ഡാഷ് വിജയത്തിന് ആവശ്യമായതെല്ലാം ഇതിലുണ്ട്. എന്ത് വിജയത്തിനാണ്? ഇരുലോക വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. മനസ്സിലാക്കുക. മനുഷ്യൻ്റെ ഇരുലോക വിജയത്തിന് ആവശ്യമായതെല്ലാം അതിലുണ്ട്. ഏതിൽ? ഖുർആനിൽ. മനസ്സിലാക്കുക. അത് അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുക തന്നെ ചെയ്യും. നിശ്ചയം ഖുർആൻ അവതരിച്ചത് നാമാണ്. നിശ്ചയം നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറയുന്ന ഒരു ആയത്തുണ്ട് അവിടെ. മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിന് ദിക്ർ എന്നാണ് അവിടെ പറഞ്ഞത്. കിതാബ്, അൽ ഫുർഖാന്, തൻസീൽ എന്നിങ്ങനെ പേരുകളുണ്ട്. അപ്പം ഇവിടെ ബ്രാക്കറ്റിലുള്ള ചോദ്യമായിട്ട് വരും, ഖുർആനിൻ്റെ മറ്റൊരു പേരാണെന്ന് പറഞ്ഞിട്ട് തൻസീൽ അതിൽ ഓപ്ഷനിൽ വന്നാൽ നമുക്കത് ടിക്ക് ചെയ്യാം. അതുപോലെ ദിക്ർ വന്നാൽ അത് ടിക്ക് ചെയ്യാം. മനസ്സിലാക്കുക. കിതാബുണ്ട്, ഫുർഖാനുണ്ട്, തൻസീലുണ്ട്, ദിക്ർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ആരാണ് നബിമാർ? അല്ലാഹു തആല അവൻ്റെ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ബുദ്ധിശക്തിയുള്ളവരും വിശ്വസ്തരും സത്യസന്ധരുമാണ്. അവരാണ് അംബിയാ മുർസലുകൾ എന്നത് തന്നെയാണ് അവിടെ നബിമാർ. അടുത്തത് എന്താണ് വഹി? അല്ലാഹു തആല തൻ്റെ സന്ദേശങ്ങൾ നബിമാർക്ക് എത്തിക്കുന്നതിനെയാണ് വഹി എന്ന് പറയുന്നത്. വഹി മുഖേനാണ് അല്ലാഹു തആല തൻ്റെ സന്ദേശങ്ങൾ നബിമാർക്ക് എത്തിക്കുന്നത്. അതാണ് വഹി. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹീഹാവാത്ത ഒരു കർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹീഹാവാത്ത ഒരു കർമ്മം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? നമ്മൾ പാടത്ത് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത അദാനും നിസ്കാരവും സ്വഹീഹാവുകയില്ല. 10ാമത്തെ പാടത്ത് പറയുന്നതാ. അപ്പോൾ ഇവിടെ ഒരു കർമ്മം എഴുതാനാണ് പറഞ്ഞത്, നിസ്കാരം. അദാനും നിസ്കാരവും സ്വഹീഹാവുകയില്ല എന്നുണ്ട്. അപ്പം മനസ്സിലാക്കാം. അടുത്തത്, സെയ്ദ് ബിൻ സഈന റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണം എന്ത്? ഇസ്ലാം സ്വീകരിക്കാൻ എന്തായിരുന്നു കാരണം? നിങ്ങളെ 14ാമത്തെ പാഠത്തിൽ പറയുന്നത് എന്താണ്? സെയ്ദ് ബിൻ സഈന എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും മുഅ്ജിസത്തിനെ കുറിച്ചിട്ടൊക്കെ പൂർവ്വവേദങ്ങളിൽ കേട്ടറിഞ്ഞിട്ടുണ്ട്. അതിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ മുഖത്ത് അദ്ദേഹം കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സഹിഷ്ണുവായിരിക്കും എന്ന അടയാളം ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണു സ്വഭാവം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അത് കാരണമാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായത്. ഇസ്ലാം മതം സ്വീകരിച്ചത് അപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണു സ്വഭാവം സെയ്ദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്ത് വിളിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ അൽ അമീൻ എന്നാണ് വിളിച്ചത്. അൽ അമീൻ എന്നാണ് വിളിച്ചത്. അടുത്ത നുബൈന സിയാക്ക് സന്ദർഭം എഴുതാനാണ്. അപ്പോൾ ഇവിടെ 5 വരി കുറയാനൊക്കെ ഉള്ള ചോദ്യങ്ങളായിട്ടാണ് വരിക. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. വഹീനെ കുറിച്ചിട്ട് വരും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹിർക്കൽ രാജാവും അബൂ സുഫിയാനും നടന്ന സംഭാഷണമുണ്ട് പാഠഭാഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ അതിനെക്കുറിച്ചിട്ട് എഴുതാൻ വരും. മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യൻ അതിനെക്കുറിച്ചിട്ട് എഴുതാൻ വരും. പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങളെ 10ാമത്തെ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹിയെ അവതരിച്ച സംഭവത്തെക്കുറിച്ച് എഴുതാൻ വരും. വഹീനെ കുറിച്ചിട്ട് എഴുതാൻ വരും. മനസ്സിലാക്കുക. നബിമാരെ കുറിച്ചിട്ട് നിങ്ങൾ 8ാമത്തെ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. 7ാമത്തെ പാഠത്തു നിന്ന് കിതാബുകളെ കുറിച്ചിട്ടും ഏടുകളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. ഖുർആനെ കുറിച്ചിട്ട് ഖുർആൻ്റെ അവതരണം, അത് ഖുർആൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. ഇതാരാണ്? ആരോട് എപ്പോൾ പറഞ്ഞു? സന്ദർഭം എഴുതണം. ആരോട് എപ്പോഴാണ് പറഞ്ഞത്? ഇത് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് പറഞ്ഞതാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹിർക്കൽ രാജാവിന് കത്തയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടുകാരൻ എന്ന നിലയിൽ സിറിയയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാനെയും ഹിർക്കൽ രാജാവ് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ ഹിർക്കൽ രാജാവ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ ഈ കാൽ നിൽക്കുന്ന സ്ഥലം പോലും അദ്ദേഹത്തിൻ്റെ അധീനതയിലാകും. ഒരു റസൂൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് നിങ്ങളിൽ നിന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുമെങ്കിൽ ക്ലേശിച്ചു ഞാൻ എത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു എന്ന് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് പറയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇതുപോലെ വന്നാൽ നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഹിർക്കൽ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് എന്താണ് മനസ്സിലാക്കിയത് എന്നതിനെക്കുറിച്ച് ആ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത തറവാട്ടുകാരനാണെന്നും തങ്ങളുടെ ജീവിതം സംശുദ്ധമാണെന്നും പ്രബോധന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയല്ലായിരുന്നുവെന്നും പൂർവ്വവേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശമുണ്ടെന്നും ഈ സംഭാഷണത്തിൽ നിന്ന് ഹിർക്കൽ രാജാവിന് വ്യക്തമായി. റോമ സാമ്രാജ്യം പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ അധീനതയിൽ വന്നു. അപ്പോൾ ഹിർക്കൽ രാജാവ് ഏത് രാജ്യത്തെ രാജാവായിരുന്നു? റോമ സാമ്രാജ്യത്തെ രാജാവായിരുന്നു. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നതും അതിൻ്റെ കൂടെ പറഞ്ഞതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ആരോ ചോദ്യപേപ്പർ എഴുതിയിടുമോ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഴുതിയിടണമെങ്കിലൊക്കെ ഒരുപാട് സമയം വേണം. അപ്പോൾ അതിനൊന്നുള്ള സമയമില്ല. ചോദ്യപേപ്പർ കുറച്ച് ദിവസമായിട്ടുള്ളൂ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. പിന്നെ 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സും ട്യൂഷനും ഒക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.